കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിട്ടുള്ളത് വിനീഷ്യസിന് ബാലൻഡിയോർ കൊടുക്കാത്തതിനെ പറ്റിയായിരിക്കും. ഒരുപക്ഷെ വിനീഷ്യസ് അതിന് അർഹനായിരുന്നില്ലേ, എന്തുകൊണ്ട് ബാലൻഡിയോർ കൊടുത്തില്ല എന്നൊക്കെ ഒരുപാട് ആരാധകർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു, ഫുട്ബോൾ ലെജൻഡുമാർ ചോദിച്ചു. ആ രീതിയിലായിരുന്നു വിനീഷ്യസ് ജൂനിയറിൻ്റെ ഈ പ്രാവശ്യത്തെ പ്രകടനമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ബാലൻഡിയോർ അധികൃതർ തെരഞ്ഞെടുത്തത് റോഡ്രിയോയാണ്. പക്ഷെ അതിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വിനീഷ്യസിന് കിട്ടാത്തതിൽ സങ്കടമുണ്ട്, എന്നാൽ റോഡ്രിക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ഒരു മുക്കാൽ ആരാധകരും കഴിഞ്ഞു പോയിട്ടുള്ളത്. എന്നാൽ റോഡ്രിക്ക് ബാലൻഡിയോർ കിട്ടിയതിനെ തുടർന്നിട്ട് ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കളിക്കാരനാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത്. ഈ ബാലൻഡിയോർ കിട്ടിയതിന് ശേഷം, അതായത് ആ ഒരു സെറിമണി കഴിഞ്ഞതിന് ശേഷം റിയൽ മാഡ്രിഡ് മറ്റൊരു മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. റിയൽ മാഡ്രിഡിൻ്റെ ആ ഒരു മത്സരത്തിൽ ഹാട്രിക് ഗോളുകളുമായിട്ട് വിനീഷ്യസ് കാണിക്കുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. ലോക ഫുട്ബോളിൽ, ആധുനിക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണ് വിനീഷ്യസ് ജൂനിയർ. എണ്ണം പറഞ്ഞിട്ടുള്ള എതിരാളികൾ, വിമർശകർ വിനീഷ്യസിനുണ്ട്. പക്ഷെ എന്നാലും ഒടുങ്ങാത്ത ആവേശ പോരാട്ടവുമായി ഇപ്പോഴും മൈതാനത്ത് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള കളിക്കാരനാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു കാലത്ത് 2019-20 കാലഘട്ടത്ത് വിനീഷ്യസിനൊക്കെ സംബന്ധിച്ചിടത്തോളം 21 കാലഘട്ടത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ വിമർശിച്ചിട്ടുള്ള കളിക്കാരനാണ്. എങ്ങനെ പന്ത് തട്ടണം എന്ന് പോലും അറിയില്ല. അന്നത്തെ ഒരു കമൻട്രി ഉണ്ട്, വിനീഷ്യസ് ജൂനിയറിനെ പലരും റിയൽ മാഡ്രിഡിൻ്റെ ഭാവി വാഗ്ദാനമായിട്ടാണ് കൊണ്ടുവന്നത്. ഒരിക്കലും റിയൽ മാഡ്രിഡിൻ്റെ ഒന്നും ഭാവി വാഗ്ദാനമായി മാറാൻ വിനീഷ്യസ് ജൂനിയറിന് കഴിയില്ല എന്ന് പറയുന്ന ഒരു കമൻട്രി ഉണ്ട്. എന്നാൽ ഇന്ന് അതിനെയൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ആ ബ്രസീലിയൻ മാന്ത്രികൻ്റെ പ്രകടനം. റിയൽ മാഡ്രിഡിന് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഓരോ രക്ഷകന്മാരിങ്ങനെ ഉയർന്നു വരലുണ്ട്. അതുപോലെ ഒരു കളിക്കാരനാണ് ഇന്ന് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത്. വിമർശിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ച മുതൽ റിയൽ മാഡ്രിഡിൻ്റെ ആരാധകർ വരെ തള്ളിപ്പറഞ്ഞൊരു കളിക്കാരനായിരുന്നു ഒരു കാലത്ത് വിനീഷ്യസ്. പക്ഷേ ഇന്ന് റിയൽ മാഡ്രിഡിൻ്റെ ആരാധകർ ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടുന്നത് വിനീഷ്യസ് ജൂനിയറിന് വേണ്ടിയാണ്. സാക്ഷാൽ CR7 ശേഷം 7ാം നമ്പറിനൊത്ത കളിക്കാരൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമാണ് ഇന്ന് റിയൽ മാഡ്രിഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിനീഷ്യസ് ജൂനിയർ ആണ്. വിനീഷ്യസ് എന്ന് പറയുന്നത് ഒരു മിറാക്കിൾ കളിക്കാരനാണ്. റിയൽ മാഡ്രിഡ് എന്ന് പറയുന്നത് ഒരു മിറാക്കിൾ ക്ലബ്ബാണ്. ഏത് നിമിഷത്തും തിരിച്ചു വരാം, ഏതൊരു നിമിഷത്തും ഇടിമിന്നൽ പോലെ ഓടിപ്പാഞ്ഞ് കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത്. വേണ്ട സമയത്ത് അതിലുപരി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു മിറാക്കിൾ കളിക്കാരൻ. ബാലൻഡിയോർ എന്ന് പറയുന്ന ആ ഒരു സെറിമണിക്ക് ശേഷം അയാൾ തകർന്നടിയുമെന്ന് വിചാരിച്ചവർക്കൊക്കെ തെറ്റുപറ്റി. വിനീഷ്യസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആധുനിക ഫുട്ബോളിൽ കൊണ്ടിരിക്കുന്ന ഒരു വിങ്ങർ എന്ന് പറയുന്നത്. UCL ഒരു കഥ ചൊല്ലാനുണ്ട്. കാരണം UCL ഇക്കഴിഞ്ഞ ഒരു മത്സരം ഉണ്ടായിരുന്നു, ഡോർമുണ്ട് വേഴ്സസ് റിയൽ മാഡ്രിഡ് മത്സരത്തിൽ റിയൽ മാഡ്രിഡിൻ്റെ ആരാധകർ ഉറപ്പിച്ചതാണ് റിയൽ ജയിക്കുമെന്നുള്ളത്. കാരണം ഡോർമുണ്ട് ഈ ഒരു സീസണിൽ വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. പക്ഷേ മത്സരം ആരംഭിക്കുന്നു, ഡോർമുണ്ട് 2 ഗോളുകൾ അടിക്കുന്നു, തകർന്നടിയാണ്. സാന്റിയാഗോ ബെർണാബ്യൂവിൽ വെച്ച് മത്സരം നടക്കുമ്പോൾ തകർന്നടിയാണ് ആരാധകർ മൊത്തം. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ 2 ഗോളോ അതല്ലെങ്കിൽ 4 ഗോളോ തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു ക്ലബ്ബാണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. വെറുതെ അല്ലല്ലോ മിറാക്കിൾ ക്ലബ്ബ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ 4 ഗോളുകൾ മടക്കി അടിച്ച് റിയൽ മാഡ്രിഡ് വിജയപാത തുടരുന്നുണ്ട്. ഇവിടെ ഓർമ്മിപ്പിക്കാൻ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ മത്സരത്തിലെ ഒരു ഗോളി വിനീഷ്യസ് ജൂനിയറിൻ്റെ കാലിൽ സെൻട്രൽ നിന്നും പന്ത് തട്ടുന്ന ദൃശ്യമുണ്ട്. ആ പന്തുമായിട്ട് വിനീഷ്യസ് മുന്നേറുന്നത് ഡോർട്ട്മുണ്ടിൻ്റെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരെ മറികടന്നിട്ടാണ്. ഒറ്റക്ക് മറികടന്ന ഒരു സോളോ ഗോൾ. വാട്ട് എ വേൾഡ് ക്ലാസ് ഗോൾ. ചിലപ്പോൾ ആരാധകരൊക്കെ കൈകൂപ്പി നിന്ന അവസരം, എതിരാളികളൊക്കെ കൈയടിച്ച അവസരം. അതൊരു പെർഫോമൻസ് ആണ് ആ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എംബാപ്പയും ജൂഡ് ബെല്ലിംഗ്ഹാമും ഒക്കെ തകർത്താടുന്ന റിയൽ മാഡ്രിഡിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്, ഏറ്റവും നല്ല യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് അത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. ഈ ആധുനിക ഫുട്ബോളിലെ മാന്ത്രികൻ, ബ്രസീലിൻ്റെ തെരുവുകളെ കോരിത്തെറിപ്പിച്ച ജോഗോ ബോണിറ്റിയുടെ രക്തം, അതെ വിനീഷ്യസ് ജൂനിയർ.